തത്തമ്മയ്ക്ക് ചുമ വന്ന കഥ കേട്ടിട്ടുണ്ടോ? ഒരാൾക്കൊരു പെറ്റ് ഒരു തത്തമ്മ ഉണ്ടായിരുന്നു. അതിനിങ്ങനെ കൂട്ടിലിട്ട് വളർത്തുന്നുണ്ടായിരുന്നു. ചെറുപ്പക്കാരനാണ്. ഒരു ദിവസം തത്തമ്മയ്ക്ക് ഭയങ്കര ചുമ. അപ്പോൾ ഇയാൾ ആ തത്തമ്മയും കൊണ്ട് ഡോക്ടറെ അടുത്ത് പോയി. ഈ ടെൻഷൻ കൂടുമ്പോഴാണല്ലോ ഈ വലി കൂടുന്നത്, അല്ലേ? ആണെന്ന് തലയാട്ടോ കേട്ടോ. അപ്പോൾ ഈ ടെൻഷൻ കൂടിയപ്പം ഇവൻ്റെ വലി, കാരണം തത്തമ്മയുടെ ചുമ കാരണം ഇവന് ഭയങ്കര ടെൻഷൻ കാരണം ഇവൻ്റെ വലി ഇങ്ങനെ കൂടിക്കൂടി വരിക. കുറച്ച് ദിവസത്തേക്കുമ്പം വീടിൻ്റെ പുറത്തോട്ട് പോലും പോകാതെ അവിടെ ഇരുന്ന് സിഗരറ്റ് വലിച്ചിരിക്കുന്നു. തത്തമ്മ ഇവിടെ കൂട്ടിക്കിടക്കുന്നു. 2-3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും അവനെ പഠിപ്പിച്ച ഒരു ടീച്ചർ വീടിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ടീച്ചർ ഇവനെ 2-3 ദിവസമായിട്ട് പുറത്ത് കാണാഞ്ഞപ്പോൾ ടീച്ചർ എന്ത് ചെയ്തു? അന്വേഷിച്ചു വന്നു. അപ്പോൾ ടീച്ചർ അന്വേഷിച്ചു വന്നിട്ട് അവനോട് പറഞ്ഞു, നോക്കിപ്പാണ്ട്ര, ഇവനവിടെ ഇരിക്കുന്നു, സിഗരറ്റ് കുറ്റിയെല്ലാം താഴെ കിടക്കുന്നു, തത്തമ്മ ഇവിടെ, എന്തോ പറ്റി? അപ്പോൾ അവൻ പറഞ്ഞു, ഇങ്ങനെയാണ് സംഭവം, തത്തമ്മയുടെ ചുമയാണ്, ഞാൻ ഡോക്ടർമാരെ എല്ലാം കണ്ടു, പക്ഷെ ഒന്നും മാറ്റമൊന്നുമില്ല, അപ്പോൾ അതുകൊണ്ട് എന്തു ചെയ്യും? അപ്പോൾ ടീച്ചർ പറഞ്ഞു, എടാ നീ തൽക്കാലം ഈ വലിയൊന്ന് നിർത്തുക, നിന്റെ ആരോഗ്യം ഒന്ന് നോക്ക്. അപ്പോൾ അവൻ, ടീച്ചർ പറഞ്ഞല്ലേ, പഴയ കഥയാണ്, ടീച്ചർമാർ പറഞ്ഞാൽ കേൾക്കുന്ന കാലത്തെ കഥയാണ്. അപ്പം ടീച്ചർ പറഞ്ഞു, അവൻ സിഗരറ്റ് വലി അങ്ങ് നിർത്തി. ആ തത്തമ്മയുടെ ചുമയും കുറഞ്ഞു. തത്തമ്മയുടെ ചുമയുടെ കാരണം എന്തുമായിരുന്നു? സിഗരറ്റിൻ്റെ വലിയല്ല, നമ്മുടെ MP വന്നു. സിഗരറ്റ് വലിയുടെ പുകയല്ല തത്തമ്മയുടെ ചുമയുടെ കാരണം. എന്താ കാര്യം എന്നറിയോ? ഇതിൽ ആർക്കാ ശരിക്കും സിഗരറ്റ് വലി ഉണ്ടായിരുന്നേ? ആ പയ്യനല്ലേ, ചെറുപ്പക്കാരനാണ്. അവന് ആദ്യം ചെറുതായിട്ട് സിഗരറ്റ് വലി ഉണ്ടായിരുന്നപ്പോൾ അവനിങ്ങനെ ചുമച്ചോണ്ടിരുന്നു. തത്തമ്മയ്ക്ക് ചുമ കൂടിയപ്പോൾ, അവന് ടെൻഷൻ കൂടിയപ്പോൾ, അവൻ്റെ സിഗരറ്റ് വലി കൂടിയപ്പോൾ അവൻ്റെ ചുമയും ഇങ്ങനെയായി. ആരെങ്കിലും ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ MP പ്രസംഗത്തിന് ഉറങ്ങല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഡിജിറ്റൽ ചുമയായി. ശരിക്കും എന്താ സംഭവിച്ചത്? ഇവൻ ആദ്യം വലിയുണ്ടായിരുന്നപ്പോൾ, ചെറിയ വലിയുണ്ടായിരുന്നപ്പോൾ ചെറിയ ചുമ. തത്തമ്മയ്ക്കൊരു സ്വഭാവമുണ്ട്, തത്തമ്മയെ പൂച്ച എന്ന് പറഞ്ഞാൽ തത്തമ്മ പൂച്ച എന്ന് പറയും. ഇവൻ ഇവിടെ ഇരുന്ന് വലിക്കുന്നു, തത്തമ്മ ഇവിടെ ഇരുന്ന് കളിയാക്കുന്നു. ഇവൻ്റെ വലി കൂടിയപ്പോൾ ചുമ കൂടി, തത്തമ്മ അതുപോലെ തന്നെ ഇമിറ്റേറ്റ് ചെയ്തു. അപ്പം നമ്മുടെ പരിസരത്തിൽ, നമ്മുടെ സമൂഹത്തിൽ എന്തെങ്കിലും അശുദ്ധിയോ അസ്വസ്ഥതയോ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം നമ്മളും കൂടിയാണ്.